വയനാട് ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം നടന്നത് എവിടെ? എൽസ്റ്റൺ എസ്റ്റേറ്റ്, കൽപ്പറ്റ. ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം നിർവഹിച്ചത് 2026 മാർച്ച് 1 കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാതൃകാ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം നടന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റ്, കൽപ്പറ്റ. 2026 മാർച്ച് 1 കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി കൈമാറുന്ന വീടുകളുടെ എണ്ണം 178. ആകെ വീടുകൾ 410. വയനാട് ടൗൺഷിപ്പ് പ്രൊജക്ട് സ്പെഷ്യൽ ഓഫീസർ എസ്. സുഹാസ്. ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്നത് 2024 ജൂലൈ 30-നാണ്. ആകെ 128 വീടുകളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. ആകെ വീടുകൾ 410 ആണ്. ടൗൺഷിപ്പിന്റെ പ്രൊജക്ട് സ്പെഷ്യൽ ഓഫീസർ എസ്. സുഹാസ് ആണ്. നിർമ്മാണ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ്. ഒരു മണിക്കൂറിനുള്ളിൽ 2.5 ലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ നഗരം വാരണാസി. ഒരു മണിക്കൂറിൽ 2.5 ലക്ഷത്തിൽ പരം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയ നഗരം വാരണാസി. 2026 മാർച്ച് 1 വെറും ഒരു മണിക്കൂറിനുള്ളിൽ 2,51,446 മരം. റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി അനന്ത് അംബാനിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ജാംനഗറിൽ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ വന്യജീവി പുനരധിവാസ പരിപാലന കേന്ദ്രം വന്ദാര ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നഗരം സൗണ്ടാല, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രാമം സൗണ്ടാല, മഹാരാഷ്ട്ര. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റി വർക്കല. ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റി വർക്കല. പത്മവിഭൂഷൺ ലഭിച്ചത് 5 പേർക്കാണ്. ധർമ്മേന്ദ്ര സിംഗ് ഡിയോൾ, കല, മഹാരാഷ്ട്ര. മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ബോളിവുഡിലെ ഹീമാൻ എന്നാണ് അറിയപ്പെടുന്നത്. ദിൽ ഭി തേര ഹം ഭി തേര എന്ന ചിത്രത്തിലൂടെ 1960-ലാണ് അദ്ദേഹം ഹിന്ദി സിനിമാ രംഗത്ത് പ്രവേശിക്കുന്നത്. 2012 പത്മഭൂഷൺ ലഭിച്ചു. 2004 രാജസ്ഥാനിലെ ബീക്കാനീറിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കെ.ടി. തോമസ്, പൊതുകാര്യങ്ങൾ, കേരളം. മുൻ സുപ്രീം കോടതി ജഡ്ജി. 2007 പത്മഭൂഷൺ ലഭിച്ചു. 2002 വിരമിക്കുന്നത് വരെ ഏകദേശം 6 വർഷത്തോളം ഇന്ത്യൻ സുപ്രീം കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു. 1995 കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ചു. 2017 രൂപീകരിച്ച കേരള നിയമപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. കെ.ടി. തോമസ്, പൊതുകാര്യം, കേരളമാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജിയാണ്. 2007 പത്മഭൂഷൺ ലഭിച്ചു. 2007 പത്മഭൂഷൺ. 2002 വിരമിക്കുന്നത് വരെ 6 വർഷക്കാലം ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്നു. 1995 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 2017 കേരള നിയമപരിഷ്കരണ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. എൻ. രാജം, കല, ഉത്തർപ്രദേശ്. പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റാണ്. 1984 പത്മശ്രീ, 2004 പത്മഭൂഷൺ ലഭിച്ചു. സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചു. എൻ. രാജം, കല, ഉത്തർപ്രദേശ്. പ്രശസ്ത ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ്. 1984 പത്മശ്രീ, 2004 പത്മഭൂഷൺ. സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പും ലഭിച്ചു. പി. നാരായണൻ, സാഹിത്യവും വിദ്യാഭ്യാസവും, കേരളം. ഇടുക്കിയിൽ നിന്നുള്ള 90 വയസ്സുള്ള മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമാണ് പി. നാരായൺ. സാഹിത്യ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകളെ മാനിച്ച് ഇന്ത്യയിലെ 2ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചു. പത്മവിഭൂഷൺ. പി. നാരായണൻ, സാഹിത്യവും വിദ്യാഭ്യാസവും, കേരളം. വി. എസ്. അച്യുതാനന്ദൻ, പൊതുകാര്യങ്ങൾ, കേരളം. മരണാനന്തരം 4ാം കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാനായിരുന്നു. 2016 മുതൽ 2021 വരെ. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി. 92 മുതൽ 96 വരെയും 2001 മുതൽ 2006, 2011 മുതൽ 2016 എന്നീ കേരള നിയമസഭകളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 14ാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ നിയമസഭാ അംഗം.
2006 മുതൽ 2011 വരെ 12ാം കേരള നിയമസഭയിൽ കേരളത്തിലെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ തവണ മലമ്പുഴയിൽ നിന്ന് തുടർച്ചയായി 20 വർഷം നിയമസഭാ അംഗമായ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ്. പ്രധാന കൃതികൾ: സമരം തന്നെ ജീവിതം, കേരള വികസന സങ്കല്പങ്ങൾ, സമരത്തിനു ഇടവേളകളില്ല, ഇടപെടലുകൾക്ക് അവസാനമില്ല, ജനപക്ഷം, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, പരിസ്ഥിതിയും വികസനവും, ഇരകൾ വേട്ടയാടപ്പെടുമ്പോൾ. പത്മഭൂഷൺ ലഭിച്ചത് 13 പേർക്കാണ്. അൽക്ക യാഗ്നിക് കല മഹാരാഷ്ട്ര, ഭഗത് സിംഗ് കോശ്യാരി പൊതുകാര്യങ്ങൾ ഉത്തരാഖണ്ഡ്, കള്ളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി വൈദ്യശാസ്ത്രം തമിഴ്നാട്, മമ്മൂട്ടി കല കേരളം, നോറി ദത്താത്രേയുഡു വൈദ്യശാസ്ത്രം അമേരിക്ക, പീയൂഷ് പാണ്ഡെ കല മഹാരാഷ്ട്ര, SKM മെയിലാനന്ദൻ സാമൂഹിക പ്രവർത്തനം തമിഴ്നാട്, ശതാവധാനി R ഗണേഷ് കല കർണാടക, ഷിബു സോറൻ പൊതുകാര്യങ്ങൾ ജാർഖണ്ഡ്, ഉദയ് കോട്ടക് വ്യാപാരവും വ്യവസായവും മഹാരാഷ്ട്ര, VK മൽഹോത്ര പൊതുകാര്യങ്ങൾ ഡൽഹി, വെള്ളാപ്പള്ളി നടേശൻ പൊതുകാര്യങ്ങൾ കേരളം, വിജയ് അമൃതരാജ് സ്പോർട്സ് അമേരിക്ക. പത്മശ്രീ AE മുത്തുനായകം ഇന്ത്യയുടെ ലിക്വിഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ പ്രോഗ്രാമിന്റെ ശില്പിയായി പരക്കെ കണക്കാക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ശാസ്ത്രത്തിനും എഞ്ചിനീയറിംഗിനും നൽകിയ സമഗ്ര സംഭാവനകൾക്ക് 2026 പത്മശ്രീ പുരസ്കാരം നൽകി. കലാമണ്ഡലം വിമല മേനോൻ കല, ക്ലാസിക്കൽ നൃത്തങ്ങൾ പ്രത്യേകിച്ച് മോഹിനിയാട്ടം പ്രചരിപ്പിക്കുന്നതിലും പുനരുജ്ജീവിപ്പിക്കുന്നതിലും നൽകിയ സംഭാവനകൾക്ക്. G ദേവകിയമ്മ പൊതുകാര്യങ്ങൾ, തപോവനം എന്നറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനം സൃഷ്ടിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് പതിറ്റാണ്ടുകളായി നൽകിയ സംഭാവനകളെ മുൻനിർത്തി. പത്മഭൂഷൺ നേടിയ കായിക താരങ്ങൾ: വിജയ് അമൃതരാജ് ടെന്നീസ് തമിഴ്നാട് 1982 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. വിജയ് അമൃതരാജ് ടെന്നീസ് തമിഴ്നാട്. പത്മശ്രീ രോഹിത് ശർമ്മ ക്രിക്കറ്റ്, ഹർമൻപ്രീത് കൗർ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ, ബൽദേവ് സിംഗ് ഹോക്കി, സവിത പൂനിയ ഹോക്കി. രോഹിത് ശർമ്മ ക്രിക്കറ്റ്, ഹർമൻപ്രീത് കൗർ ക്രിക്കറ്റ്, ബൽദേവ് സിംഗ് ഹോക്കി, സവിത പൂനിയ ഹോക്കി. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്, വ്ളാഡിമോ മെസ്റ്റ് വിരീഷ് വില്ലി ഇന്ത്യൻ ഗുസ്തി കോച്ച് ജോർജിയ. ശൗര്യചക്ര ലഭിച്ചവർ: പാഴ്വഞ്ചിയിൽ ലോകം ചുറ്റിയ കോഴിക്കോട് സ്വദേശിനി K ദിൽന, പുതുച്ചേരി സ്വദേശി A രൂപ, അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ. 2026 ഫെബ്രുവരിയിൽ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അനുവദിച്ചിരിക്കുന്ന 5% സംവരണം റദ്ദാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2026 ഫെബ്രുവരിയിൽ മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ അനുവദിച്ചിരുന്ന 5% സംവരണം റദ്ദാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഭാരത് മണ്ഡപത്തിൽ നടന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി 2026 ഏറ്റവും പ്രായം കുറഞ്ഞ പ്രാസംഗികൻ ആരാണ്? രൺവീർ സച്ദേവ. ഭാരത് മണ്ഡപത്തിൽ നടന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി 2026 ഏറ്റവും പ്രായം കുറഞ്ഞ പ്രാസംഗികൻ രൺവീർ സച്ദേവ. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2026 ഫെബ്രുവരിയിൽ ഇന്ത്യവുഡ് ഭാഷാ കേസരി പുരസ്കാരം ലഭിച്ച പ്രശസ്ത സിനിമാ ഗാനരചയിതാവും സംവിധായകനുമായ വ്യക്തി ശ്രീകുമാരൻ തമ്പി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടിയ കേരള സർക്കാർ പദ്ധതി സംരംഭക വർഷം പദ്ധതി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമായ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അംഗീകാരം നേടിയ കേരള സർക്കാർ പദ്ധതി സംരംഭക വർഷം പദ്ധതി. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ് നിലവിൽ വന്നതെവിടെ? വാളാംതോട്, മലപ്പുറം. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ് നിലവിൽ വന്നതെവിടെ? വാളാംതോട്, മലപ്പുറം. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന 2595 കോടി രൂപയുടെ കാർഷിക വികസന പദ്ധതി കേര നടപ്പിലാക്കുന്നത് ലോകബാങ്കിന്റെ സഹായത്തോടെയാണ്. വന്യമൃഗങ്ങളെ മയക്കുവെടി വയ്ക്കുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനം
ഗജാസ്ത്രം വികസിപ്പിച്ചത് ഡോക്ടർ പി ഗിരിദാസ്. 500 മീറ്റർ അകലെ നിന്ന് കൃത്യതയോടെ മയക്കുവെടി വയ്ക്കുവാനുള്ളതാണ് ഗജാസ്ത്രം സംവിധാനം. ലോറൻസ് സ്പോർട്ടിംഗ് മൊമെന്റ് പുരസ്കാരം 2020 സച്ചിൻ ടെണ്ടുൽക്കർ നേടി. കംബാക്ക് ഓഫ് ദി ഇയർ പട്ടികയിൽ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് ഇടം നേടി. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പട്ടികയിൽ ജാവലിൻ താരം നീരജ് ചോപ്ര ഇടം പിടിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈൽ ഷിൽ മിസൈൽ. ഇന്ത്യൻ നാവികസേനയ്ക്കായി റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ച മിസൈൽ ഷിൽ മിസൈൽ. കരയിൽ നിന്ന് ആകാശത്തേക്ക് പ്രഹരിക്കുവാനുള്ള ഷിൽ ഹ്രസ്വദൂര മിസൈലാണ്. ലോക നേതാക്കളിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നേതാവ് നരേന്ദ്രമോദി. മോദിയുടെ യൂട്യൂബ് ചാനലിന് 3 കോടി വരിക്കാരായി. 2ാം സ്ഥാനത്ത് ബ്രസീൽ മുൻ പ്രസിഡന്റ് ജയർ ബോൾസോനാരോ ആണ്. ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സിന് ലഭിക്കുന്ന ആദ്യ ലോക നേതാവും നരേന്ദ്രമോദിയാണ്. 2020 ലോകകപ്പിൽ വിജയകരമായ റൺ ചേസിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സഞ്ജു സാംസൺ. വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ നേടിയ 97 റൺസാണ് സഞ്ജുവിനെ ഈ ചരിത്ര നേട്ടത്തിന് അർഹനാക്കിയത്. 2020 ലോകകപ്പിൽ ഇന്ത്യ ചേസ് ചെയ്ത് വിജയിക്കുന്ന ഏറ്റവും ഉയർന്ന ലോട്ടാണിത്. 2014 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 173 റൺസടിച്ച് ജയിച്ചതായിരുന്നു ഇതുവരെയുള്ള മികച്ച പ്രകടനം. 2020 ലോകകപ്പിലെ ഒരു എഡിഷനിൽ കൂടുതൽ സിക്സർ എന്ന റെക്കോർഡിട്ടത് വെസ്റ്റ് ഇൻഡീസിന്റെ ഷിഫ്രോൺ ഹെറ്റ്മെയർ ആണ്. 18 സിക്സ് അടിച്ച പാകിസ്ഥാന്റെ സാഹിബ് സദഫർഖാനെ മറികടന്നു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് തുടർച്ചയായ 8ാം 2020 വിജയം നേടി. ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ബാറ്റർ സ്മൃതി മന്ദാന. ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവർട്ടിനെ പിന്തള്ളിയാണ് സ്മൃതി റാങ്കിങ്ങിൽ തലപ്പത്തെത്തിയത്. 9ാം സ്ഥാനം ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. 12ാം സ്ഥാനം ജമീമ റോഡ്രിഗസ്. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, അമേരിക്ക. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് കാനഡ, മെക്സിക്കോ, അമേരിക്ക. 2026 ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം 48. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാപ്പിൾ, സായു, ഈല. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് മത്സരിച്ച് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ജപ്പാൻ. ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറഗാവോ. കേന്ദ്ര കായിക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേര് മേരാ യുവ ഭാരത്. കേന്ദ്ര കായിക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ പേര് മേരാ യുവ ഭാരത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലം. എഴുകോൽ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലം. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ജപ്പാൻ. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ജപ്പാൻ. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ബെൽജിയം, നെതർലാൻഡ്സ്. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ബെൽജിയം, നെതർലാൻഡ്സ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി അഹമ്മദാബാദ്. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് വേദി ബാത്തുമി, ജോർജിയ. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് വേദി ബാത്തുമി, ജോർജിയ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണിൽ തൃശൂർ മാജിക് FCയെ പരാജയപ്പെടുത്തി കിരീടം നേടിയത് കണ്ണൂർ വാരിയേഴ്സ് FC. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ 2ാം സീസണിൽ തൃശൂർ മാജിക് FCയെ പരാജയപ്പെടുത്തി കിരീടം നേടിയത് കണ്ണൂർ വാരിയേഴ്സ് FC. 2026 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വേദി കൊച്ചി.
2026 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വേദി കൊച്ചി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. തയ്യാറാക്കിയത് എസ്. അനുപമ. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചിഹ്നം വെള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം ലഭിച്ചത് ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബലയ്ക്ക്. PSG കളിക്കാരനാണ്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം ലഭിച്ചത് ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബലയ്ക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാന. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാന. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബോർഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ. MS ധോണിയെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ബാങ്ക് SBI. MS ധോണിയെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ബാങ്ക് SBI. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ, ഇറ്റലി. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം മാഡിസൺ കീസ്, അമേരിക്ക. ഓസ്ട്രേലിയൻ ഓപ്പൺ ജാനിക് സിന്നർ, മാഡിസൺ കീസ്. വിംബിൾഡൺ പുരുഷ വിഭാഗം ജാനിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പണും വിംബിൾഡൺ നേടിയതും ജാനിക് സിന്നറാണ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കൊക്കോ ഗൗഫ്. US ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് നേടിയത് കാർലോസ് അൽക്കാരസ്. 2027 നടക്കുന്ന 39ാമത് ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയ. ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ജു ബേബി ജോർജ്. ഫിഡെ റേറ്റിംഗ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം സർവജ്ഞ സിംഗ് കുശ്വാഹ. ഫിഡെ റേറ്റിംഗ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം സർവജ്ഞ സിംഗ് കുശ്വാഹ. 64ാമത് സുബ്രതോ കപ്പ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ സ്കൂൾ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ. കേരള പ്രീമിയർ ചെസ് ലീഗിന്റെ പ്രഥമ സീസൺ വിജയി കോഴിക്കോട് കിങ്സ്ലേയേഴ്സ്. കേരള പ്രീമിയർ ചെസ് ലീഗിന്റെ പ്രഥമ സീസണിൽ വിജയികൾ കോഴിക്കോട് കിങ്സ്ലേയേഴ്സ്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായി 2025 ആരെയാണ് പ്രഖ്യാപിച്ചത്? മേജർ സിയാവുർ റഹ്മാൻ. ബംഗ്ലാദേശിൽ നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡൂറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ 2025 ചൈനയെ മറികടന്ന് ഒന്നാമതെത്തി. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം കവി പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന കൃതിക്ക്. 2025 എന്തിൻ്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. 2026 എന്തിൻ്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? അന്താരാഷ്ട്ര റേഞ്ച്ലാൻഡ്സ് ആൻഡ് പാസ്റ്ററലിസ്റ്റ് വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര വളണ്ടിയർ വർഷം, അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. ചൈന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഡീപ്സീക്ക്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച നമീബിയയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായ വ്യക്തി സാം നുജോമ. ബഹിരാകാശത്ത് ആകെ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത പെഗ്ഗി വിറ്റ്സൺ. T20 ലോകകപ്പ് 2026 വിന്നിംഗ് ടീം ഇന്ത്യ. തുടർച്ചയായ രണ്ടാം തവണയും കിരീടം നേടി ചരിത്രം കുറിച്ച് ഇന്ത്യ. റണ്ണറപ്പ് ന്യൂസിലാൻഡ്. ആതിഥേയർ വെസ്റ്റ് ഇൻഡീസും അമേരിക്കയും.
ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ജസ്പ്രീത് ബുംറ. ഫൈനലിലെ പ്ലെയർ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലി. കൂടുതൽ റൺസ് എടുത്തത് റഹ്മാനുള്ള ഗുർബാസ്. അഫ്ഗാനിസ്ഥാൻ കളിക്കാരനാണ്. 281 റൺസ്. കൂടുതൽ വിക്കറ്റുകൾ ഹർഷ്ദീപ് സിംഗ് ഇന്ത്യ. ഫസൽ ഹക്ക് ഫറൂഖി അഫ്ഗാനിസ്ഥാൻ 17 വിക്കറ്റ്. ഒരു മത്സരം പോലും തോൽക്കാതെ കിരീടം നേടുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറി. ആദ്യമായിട്ട് ഇന്ത്യ T20 ലോകകപ്പ് വിജയിക്കുന്നത് 2007 അന്ന് റണ്ണറപ്പ് പാകിസ്ഥാൻ ആയിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു കളി. ഇന്ത്യക്ക് 3 തവണ T20 വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. 2007, 2024, 2026. വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും 2 തവണ വീതം വിജയികളായിട്ടുണ്ട്. 2 വർഷം കൂടുമ്പോഴാണ് T20 ലോകകപ്പ് നടക്കുന്നത്.